കൊച്ചിയിലുണ്ടായിരുന്ന കോടികൾ വില വരുന്ന 72 സെന്റ് സ്ഥലം പാവങ്ങൾക്ക് പകുത്തു നൽകി മാതൃകയായിരിക്കുകയാണ് രഞ്ജൻ വർഗീസ്. തനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളവ കരുതി വെച്ച് ബാക്കിയുള്ളവ പാവങ്ങൾക്ക് നൽകണമെന്ന പിതാവിന്റെ വാക്കുകളാണ് ഇദ്ദേഹം പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഭവനരഹിതരായ 16 നിർധന കുടുംബങ്ങൾക്കായിട്ടാണ് ഇദ്ദേഹം തൻ്റെ ഭൂമി പകുത്തു നൽകിയിരിക്കുന്നത്. നേരത്തെ ഹൗസ് ചലഞ്ച് എന്ന പദ്ധതിയിലൂടെ 100-ലധികം നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളാണ് ഇതേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഭൂമിയിലും വീട് നിർമ്മിച്ചു നൽകുന്നത്. സെൻറ്റിന് 3.5 ലക്ഷം രൂപയോളം മാർക്കറ്റ് വിലയുള്ള കൊച്ചി പുതുവൈപ്പിലുള്ള ഈ 72 സെൻറ്റ് ഭൂമി ഇദ്ദേഹം നേരത്തെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയിരുന്നതാണ്. സ്വത്ത് കൂട്ടിവെക്കുന്നതിനേക്കാൾ ആനന്ദകരമാണ് സ്വത്ത് പങ്കുവെക്കുന്നത് എന്നാണ് രഞ്ജൻ വർഗീസ് പറയുന്നത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പാസ്സായിട്ട് നാട്ടിലും വിദേശത്തുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയുണ്ടായി. അത് 1994 ബിസിനസ് തുടങ്ങിയത്. 2008 ബിസിനസ് വൈൻഡപ്പ് ചെയ്തു. വൈൻഡപ്പ് ചെയ്യല്ല, അതൊരു വേറൊരു കമ്പനിക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം റിട്ടയർഡ് ലൈഫാണ്. അന്ന് കമ്പനി വിറ്റപ്പോൾ കിട്ടിയതായ പൈസ വെച്ച് കുറച്ച് ഭൂമി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടതായ 72 സെൻറ്റ് ഭൂമിയാണ് പാവങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. അതിന് പ്രചോദനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു 2 വർഷം മുമ്പാണ് എൻ്റെ ഫാദറുടെ മരണപത്രം കാണുന്നതിന് ഇടയായത്. ഫാദർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു. ലയോള കോളേജിൽ മദ്രാസിൽ പഠിപ്പിക്കുകയായിരുന്നു ലിറ്ററേച്ചർ. അവിടെ നിന്ന് ആ പഠിപ്പിക്കുന്ന സമയത്ത് ജേർണലിസത്തിലും പൊളിറ്റിക്സിലും ഡിപ്ലോമ എടുത്തു. അവിടെ നിന്ന് അത് കഴിഞ്ഞ് അത് വേണ്ടെന്ന് വെച്ച് നേരെ രാഷ്ട്രീയത്തിലോട്ട് ചാടി. പണ്ട് കാലത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അന്ന് പട്ടം താണപ്പിള്ള കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഫാദർ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഫാദറുടെ ഈ മരണപത്രത്തിൽ 2 വർഷം മുമ്പാണ് ഞാൻ കാണുന്നത്. അതിൽ ഒരു കാര്യം പുള്ളി എഴുതിയിരുന്നത് എന്താണെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതായ, എൻ്റെ മക്കൾക്ക് അത്യാവശ്യമുള്ളതായ പൈസ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ധർമ്മം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു സെൻറ്റൻസാണ് ഇതിന് ഈ ഭൂമി ദാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രചോദനം നൽകി. സുമനസ്സുകളുടെ സഹായത്തോടു കൂടി ഈ 16 കുടുംബങ്ങൾക്കും വരുന്ന 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകാനാണ് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സുമനസ്സുകളുടെ സഹായത്തോടെ ഈ ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ 141ഓളം കുടുംബങ്ങൾക്ക് തുണയാകാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വം നൽകുന്ന ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ഹൗസ് ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരെയും പരിഗണിച്ചുകൊണ്ട് ഭൂദാനം മഹാദാനം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഭൂദാനം മഹാദാനം എന്ന പദ്ധതിയുടെ ലക്ഷ്യം, ഒരു പിടി മണ്ണില്ലാതെ സ്വന്തമായൊരു ഭവനം സ്വപ്നം കണ്ടുകൊണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ സ്വപ്നവുമായിട്ട് ചലിക്കുന്ന ഒത്തിരി
കുടുംബങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവർ പ്രവാസികളെ പോലെ അല്ലെങ്കിൽ പരദേശികളെ പോലെ അലഞ്ഞ് ഓരോ പ്രദേശങ്ങളിൽ നിന്നും 11 മാസം കഴിയുമ്പോൾ വാടക വീട് തോറും പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭൂദാനം മഹാദാനം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഈ ഭൂദാനം ത്തിലെ പങ്കാളികളായിക്കൊണ്ട് 4 സെൻറ്റ് സ്ഥലവും ആ 4 സെൻറ്റ് സ്ഥലത്ത് 2 മനോഹരമായ ഭവനങ്ങളും നിർമ്മിച്ച് ഭൂദാന മഹാദാനത്തിന് തുടക്കം കുറിച്ചത് ശ്രീ പോൾ ലൂക്കാസും കുടുംബവുമാണ്. അതിനുശേഷം ചെല്ലാനത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള 2 പേര്, ഒരു സാംസൺ റെജീന ദമ്പതികൾ 1 സെൻറ്റ് സ്ഥലം നൽകി. അതുപോലെ തന്നെ വറുത് യേശുദാസ് എന്ന് പറയുന്ന ഒരു കുടുംബം 1 സെൻറ്റ് സ്ഥലം നൽകി. അങ്ങനെ ചെറിയ തോതിൽ ഈ ഭൂമി ദാനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് വലിയൊരു ബമ്പർ അടിച്ചത്. അത് മറ്റാരുമല്ല, ശ്രീ രഞ്ജൻ വർഗീസും ശ്രീമതി ടെസ്സി വർഗീസും ചേർന്നുകൊണ്ട് കോടികൾ വിലമതിക്കുന്ന 72 സെൻറ്റ് സ്ഥലമാണ് ഹൗസ് ചാലഞ്ചിന് ഭവനരഹിതരും അതുപോലെ ഭൂരഹിതരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് നൽകിയത്. ഈ 72 സെൻറ്റ് സ്ഥലം ഞങ്ങൾ 16 കുടുംബങ്ങൾക്കായിട്ടാണ് വിഭജിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ 16 കുടുംബങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുള്ള വിധവകൾക്കാണ് ഈ സ്ഥലം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തൃശൂർ കാഞ്ഞാണി ബ്രഹ്മകുളം പരേതനായ പ്രൊഫസർ VC വർഗീസിൻ്റെ 9 മക്കളിൽ 4ാമത്തെ ആളാണ് രഞ്ജൻ വർഗീസ്. മെക്കാനിക്കൽ എഞ്ചിനീയറായ ഇദ്ദേഹം 1990 മുതൽ എറണാകുളം കച്ചേരിപ്പടിയിലാണ് താമസിക്കുന്നത്.